അൻവറിനെതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാതിൽ കൊട്ടിയടച്ചെന്ന് പറഞ്ഞ ആ തീരുമാനത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് ലീഗ്. ലീഗായിരുന്നു അൻവറിനെ UDF-ലേക്ക് എത്തിക്കാൻ തുടക്കം മുതൽ തന്നെ മധ്യസ്ഥത വഹിച്ചിരുന്നത്. ഇതിനായി ലീഗിനെയായിരുന്നു UDF പരോക്ഷത്തിൽ ചുമതലപ്പെടുത്തിയിരുന്നതും. എന്നിട്ടും VD സതീശൻ അൻവറിനെതിരെ എടുത്തടിച്ചതുപോലെ പറഞ്ഞ, അതായത് UDF വാതിലടച്ചു വന്ന ഡയലോഗാണ് കുഞ്ഞാലിക്കുട്ടിക്കും കൂട്ടരും ഇടയാൻ കാരണം. ഒരു കാലത്തും UDF-ൽ നിന്നും ഇതുവരെ ഏറ്റിട്ടില്ലാത്ത അപമാനമാണ് ഇപ്പോൾ ഉണ്ടായതെന്നാണ് ലീഗ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വെട്ടിത്തുറന്ന് ലീഗ് പറയാൻ തന്നെ കാരണം മധ്യസ്ഥത വഹിച്ച ലീഗിന്റെ പങ്ക് ഒന്നുമില്ലാതാക്കി പ്രതിപക്ഷ നേതാവ് VD സതീശൻ എടുത്ത തീരുമാനം തന്നെ തിരിച്ചടി നൽകും. കനത്ത തിരിച്ചടിയായിരിക്കും ഇത് തെരഞ്ഞെടുപ്പിനുണ്ടാകുമെന്ന് ലീഗിനും നന്നായി അറിയാം. എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് പറയുന്നത് പോലെയല്ല തീരുമാനങ്ങളും കാര്യങ്ങളുടെ എല്ലാം കിടപ്പ്. സതീശന്റെ തീരുമാനത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നതയാണ്. മുന്നണി മര്യാദ സതീശൻ പാലിച്ചില്ല. കുഞ്ഞാലിക്കുട്ടി പോലും സതീശനെതിരെ വിമർശനത്തിന്റെ വാളോങ്ങിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിൽ ലീഗ് കടുത്ത നിലപാടിൽ നിന്നതോടെ കോൺഗ്രസിലെ ചില നേതാക്കൾ അൻവറിനെ കണ്ട് മത്സരിക്കണമെന്ന ആവശ്യം ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. സതീശന്റെ കടുംപിടുത്തത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ ഒരു വിഭാഗം നേതാക്കൾ കടുത്ത എതിർപ്പിലാണ്. സതീശനെതിരെ പടപ്പുറപ്പാട് പാളയത്തിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ തുടങ്ങിയവർ അൻവറിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നതായാണ് വിവരം. തെരഞ്ഞെടുപ്പിൽ പ്രതികൂല കാറ്റ് ആഞ്ഞുവീശിയാൽ അൻവറിൽ തൂങ്ങിയുള്ള സതീശന്റെ നിലപാടുകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. ബെടക്കാക്കി തനിച്ചാക്കി എന്ന നാടൻ പ്രയോഗം സതീശൻ ഇവിടെ എന്തിനെടുത്തുവെന്ന് വിശദീകരിക്കേണ്ടി വരും. സത്യത്തിൽ VD സതീശൻ പെട്ടുപോയിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ലീഗ് ഉയർത്തിയ കൊടുങ്കാറ്റ് UDF-നകത്തും കോൺഗ്രസിനുള്ളിലും ആഞ്ഞടിക്കുക തന്നെ ചെയ്യും. മുതിർന്ന നേതാക്കളെ ഇറക്കി കുഞ്ഞാപ്പയെയും കൂട്ടരെയും അനുനയിപ്പിക്കാൻ മുതിർന്ന നേതാക്കളുമായും പാണക്കാട്ടേക്ക് എപ്പോൾ വേണമെങ്കിലും ലീഗിനെ അനുനയിപ്പിക്കാനായി ഒരു വണ്ടി പുറപ്പെട്ടേക്കാം. പക്ഷെ കുഞ്ഞാപ്പയുടെ മനസ്സിൽ എന്തെന്നറിയാൻ ഇപ്പോൾ എളുപ്പമല്ല. തുടർച്ചയായി 2 ടൈം പ്രതിപക്ഷത്തിരുന്നതിന്റെയും ഇത് ആവർത്തിക്കുമോ എന്ന തോന്നലുമാണ് കുഞ്ഞാപ്പയ്ക്കും കൂട്ടരും കാലിളകാൻ പ്രധാന കാരണം. എന്തായാലും ബാക്കി ചിത്രം തെരഞ്ഞെടുപ്പ് കണ്ടിട്ട്